സൂപ്പർ പെർഫോമൻസ് കഴിഞ്ഞു. അടുത്തത് മെഡ്ലി മിക്സ് റൗണ്ട് ആണ്. പ്ലീസ് വെൽക്കം എമിൽ ആൻഡ് സുമേഷ്. എമിൽ, സുമേഷ്, മെഡ്ലി മിക്സ് റൗണ്ടിൽ എന്തെങ്കിലും തീം റിലേറ്റഡ് ആണോ? അല്ല, തീം റിലേറ്റഡ് ഒന്നല്ല. അല്ല, അങ്ങ് കളിക്കാം അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ ദിസ് റൗണ്ട്. താങ്ക് യു. എമിൽ, സുമേഷ്, ഇതുവരെ കാണാത്ത ഒരു എനർജി ലെവലായിരുന്നു ഇന്ന് ഈ പെർഫോമൻസിൽ ഞങ്ങൾ എല്ലാവരും കണ്ടത്. താങ്ക് യു പറയാനായിട്ട് പോലും എനർജി ഇല്ല അല്ലേ? ഓക്കെ, നമുക്ക് കമന്റ്സിലേക്ക് പോകാം. മാസ്റ്റർ, എല്ലാരും കണ്ടത് വേറാണ്, ഞാൻ കണ്ടത് വേറാണ്. ദി ബെസ്റ്റ് എനർജി, സൂപ്പർ. ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു ഈ ഡാൻസ്. താങ്ക് യു സർ. ഗുഡ്, വെരി ഗുഡ്. അത് പിന്നെ ഇപ്പോൾ ഹെവി ഡാൻസിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കുറവായിട്ട് ചെയ്യണം, എൻഡിൽ ഓവറായിട്ട് ചെയ്യണം. അത് സീക്രട്ട് മനസ്സിലാവണല്ലേ? അത് എൻഡിൽ കുറയാൻ പാടില്ല. മനസ്സിലായോ മോനോ? അതായത് നമ്മൾ ഹെവി ആയിട്ട് ഒരു ഡാൻസ് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം ചെയ്യരുത്. തുടക്കത്തിൽ തന്നെ ഫുൾ എനർജി ഡ്രെയിൻ ചെയ്തിട്ട് അവസാനം ആ എനർജി ഉണ്ടാവില്ല. അപ്പൊ തുടക്കത്തിൽ പതുക്കെ 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 ആ ഒരു സ്റ്റാമിന ഒരു ഒന്ന് പിടിച്ചു വെച്ച് പതുക്കെ പതുക്കെ കയറി വരണമെന്ന് പറയും. വെരി ഗുഡ്, സൂപ്പർ, വാവ്. ശാന്തി മാസ്റ്റർ, മോനു ഫസ്റ്റ് ചെയ്ത കണ്ടംപററി സ്റ്റൈൽ അതിൽ ഒന്നും സ്പെഷ്യൽ ഉണ്ടായിരുന്നല്ല കണ്ണ. നമ്മൾ ഒരുപാട് നേരത്തെ കണ്ട അതേ സ്റ്റൈലായിരുന്നു. ഇപ്പോൾ കണ്ടംപററി ചെയ്യുമ്പോൾ അത് തന്നെ വരും, ആ സെയിം ഇങ്ങനെ ഫ്ലിപ്സ് ലിഫ്റ്റ്സ് പിന്നെ ആ ഒരു പൊസിഷനിങ് അല്ലേ? സുമേഷ് അങ്ങനെ തോന്നിയോ? എമിൽ പറയ്.
ഇപ്പോൾ ചെയ്തത് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മൾ കണ്ടംപററി അങ്ങനെയല്ല എല്ലാവരും ചെയ്യുന്നേ. കണ്ടംപററിയുടെ അതിന്റെ സ്റ്റൈലിനെ ചെയ്യാൻ സ്റ്റൈൽ അതാ മോനു. ഇപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഈ സെക്കൻഡ് ലെവലിൽ ഇപ്പോൾ എല്ലാവരും മെഡ്ലിന്ന് പറയുമ്പോൾ ഈ സ്ഥിരം 3 സ്റ്റൈലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഏതൊക്കെയാണ് സ്റ്റൈൽ എടുത്തത്? കണ്ടംപററി, ക്രംബിംഗ് വിത്ത് സ്റ്റോമ്പിംഗ്, പിന്നെ പിന്നെ ബോളിവുഡ്. ഈ ക്രംപിംഗ് ആൻഡ് സ്റ്റംപിംഗ് അത് എനിക്കൊരു നല്ല ഇതായിട്ട് തോന്നി. ഇടയ്ക്ക് രണ്ടാമത്തേത് അത് വളരെ പവർഫുള്ളായിട്ട്, പിന്നെ അതിൻ്റെ കോർഡിനേഷനൊക്കെ നല്ലതായിരുന്നു. ഈ ലാസ്റ്റ് ചെയ്ത ബോളിവുഡ് അല്ലേ, അതിൽ നിങ്ങളുടെ 2 പേരുടെയും കൈയിൻ്റെ ഒരാൾ ലെഫ്റ്റ് കൈ എടുക്കുകയാണെങ്കിൽ അടുത്ത ആൾ റൈറ്റ് ഹാൻഡ് ഒരേ സമയത്ത്. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒരേപോലെ ചെയ്തിട്ട് അടുത്തതിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നല്ലോ, സൈഡിൽ വരുന്ന മൂവ്മെൻറ്റ്. അത് എമിൽ റൈറ്റ് ഹാൻഡ് എടുത്തു, സുമേഷ് ലെഫ്റ്റ് ഹാൻഡാണ് എടുത്തത്. പൊടിക്കൊരു മിസ് കോർഡിനേഷൻ. അത് എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണോ ഇത് പ്രാക്ടീസ് ചെയ്ത്? എന്നിട്ടും ഇവിടെ തെറ്റിപ്പോയി. മനസ്സിലായോ? ശരി, ഇപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ് മോനു. അത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവോ, ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാവോ അതിൽ, അത് ഒന്ന് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. മനസ്സിലായോ? അതർവൈസ് നല്ലതായിരുന്നു. എനിക്ക് തോന്നിയത് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. വിഷിംഗ് യു ഓൾ ഗുഡ് ലക്ക് ഫോർ യുവർ ഫർദർ റൗണ്ട്സ്. Thank you, Master. Romeo Juliet. എമിൽ സുമേഷ്, ഹായ് സർ. ഞങ്ങൾ എൻജോയ് ചെയ്തു പെർഫോമൻസ്. താങ്ക് യു സർ. ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അതിൽ ആകെ ഉള്ളൊരു ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു വാവ് ഫാക്ടർ ഇല്ല അതിൽ. നിങ്ങളുടെ പെർഫോമൻസിൽ മാസ്റ്റർ പറഞ്ഞ പോലെ നമ്മുടെ ഇത്രയും ഡാൻസ് നിങ്ങളുടെ എത്രയോ റൗണ്ട്സ് കഴിഞ്ഞു, ഒരു ആവർത്തന വിരസത നമുക്ക് തോന്നി. ഇതിനു മുന്നേ കണ്ടിട്ടുള്ള നിങ്ങളൊരു ഡാൻസ് ചെയ്തു, നിങ്ങൾ തെറ്റാതെ മാസ്റ്റർ പറഞ്ഞ പോലെ വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കുമ്പോൾ കണ്ടുപിടിക്കാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത പോലെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. നല്ല എനർജി ഉണ്ടായിരുന്നു. എവറിത്തിങ് വാസ് പെർഫെക്റ്റ്. പിന്നെ അത് ഒരു സെക്കൻഡ് ലെവൽ ഓഫ് പെർഫോമൻസിൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത ഒരു സർപ്രൈസിങ് ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. അത് മാത്രമാണ് എൻ്റെ ഒരു സജഷൻ. അതർവൈസ് ഇറ്റ് വാസ് എ സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you. Laila Majnu. ഹായ് എമിൽ ആൻഡ് സുമേഷ്. ഹായ്. ഇതൊരു യൂഷ്വൽ കൈൻഡ് ഓഫ് ഡാൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എടുത്തു പറയത്തക്ക രീതിയിലൊന്നും പ്രത്യേകത ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് സ്റ്റൈൽ ഓഫ് ഡാൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി എനിക്ക് നല്ല സ്റ്റൈലായിട്ട് തോന്നി. ആൻഡ് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാക്കാമായിരുന്നു. ലൈക്ക് ആസ് ജോൺ ചേട്ടൻ സെഡ്, ഒരു റെഗുലർ ഫോം ഓഫ് ഡാൻസ് കണ്ട് ഞങ്ങൾ മടുത്തു. സംതിങ് ഡിഫറെൻ്റ് എന്തെങ്കിലും കിട്ടിയാൽ അതിനെക്കുറിച്ച് പറയാലോ, നല്ല അഭിപ്രായം പറയാലോ, അത് കാണാനാണ് ആഗ്രഹിക്കുന്നത്. സോ നിങ്ങളുടെ ലെവൽ ഈ സമയത്ത് കുറച്ച് ഡൗൺ ആയി. എനർജിയും അത്ര പോരായിരുന്നു, ക്രിയേറ്റിവിറ്റി കുറവുണ്ടായിരുന്നു. സോ ഇതെല്ലാം കവറപ്പ് ചെയ്തിട്ട് അടുത്ത റൗണ്ടിൽ നന്നായി ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. Thank you. എമിൽ സുമേഷ്, മാർക്സിലേക്ക് പോകാം അല്ലേ? ഓക്കെ സർ, എത്രയാണ് മാർക്സ് ഇവർക്ക്? 8.5. 8.5 out of 10. Shanti Master. 8.5. 8.5 out of 10. Laila Majnu. 8.5 ആണ്. 8.5 out of 10. Romeo Juliet. 8.5. Same mark. Emil Sumesh, 34 out of 40. നല്ല മാർക്സ് ആണ് അല്ലേ? ബട്ട് നിങ്ങളുടെ മുമ്പത്തെ റൗണ്ട്സിൽ ഓൾറെഡി ഈ ഒരു കണ്ടംപററി സ്റ്റൈൽ കാണിച്ചു, അവർ ഇംപ്രസ്ഡ് ആയി. പിന്നെയും അത് കാണുമ്പം കുറച്ച് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അവർ ഓഫ് കോഴ്സ് കാത്തിരിക്കുകയാണ്. അത് മാത്രമേ ഉള്ളൂ, ഒരു വെറൈറ്റി, ക്രിയേറ്റിവിറ്റി, അതാണ് എല്ലാവരും ഇംപ്രസ് ചെയ്യുന്നത് അല്ലേ? നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് റൗണ്ടിൽ അത് കൊണ്ടുവരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് റൗണ്ട്. താങ്ക് യു. അബ്ബാ, എന്ത് ഒരു ഡാൻസോ! അയ്യോ, ഇങ്ങനെ ഒരു ഡാൻസ് ഞാൻ കണ്ടിട്ടില്ല സ്ട്രൈറ്റ് ആയിട്ട്. താങ്ക് യു മാസ്റ്റർ. വളരെ നല്ലായിരുന്നു. ഞാൻ ഇതുപോലെ ഫെസ്റ്റിവൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇറ്റ് വാസ് സോ ലൈവ്ലി. എൻ്റെ ഗുരു ഇത്രയും പറഞ്ഞു, എനിക്ക് അതിൽ കുറഞ്ഞിട്ട് ഒന്നും പറയാനില്ല.